സർക്കാർ രൂപീകരണത്തിന് ശേഷം ചേരുന്ന UDF ഏകോപന സമിതി യോഗത്തിൽ തീരുമാനം കാത്തിരിക്കുന്നത് നിർണായക വിഷയങ്ങളാണ്. ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളുടെ വീതം വയ്പാണ് മുഖ്യ അജണ്ടയെങ്കിലും വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള അനുമതിയും PM ശ്രീ പദ്ധതിയുടെ ഭാവിയും പ്രധാന ചർച്ചാ വിഷയമാണ്. വ്യാഴാഴ്ച ക്ലിഫ് ഹൗസിലാണ് യോഗം ചേരുന്നത്. രജിത് കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രജിത് കുമാർ, ഈ UDFന്റെ ഏകോപന സമിതി യോഗത്തിനായി കാത്തിരിക്കുകയാണ്. എന്തൊക്കെ പ്രധാന കാര്യങ്ങളാകും ഈ യോഗത്തിൽ ചർച്ചയാവുക? അശ്വതി, നേതാക്കൾക്കിടയിലും അതുപോലെ തന്നെ മുന്നണിക്കിടയിലും ഏറെ ചർച്ചയായ ഒരു കാര്യമാണ് UDF യോഗം ചേരാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. സർക്കാരിനെ വലയ്ക്കുന്ന കൂടുതൽ പ്രശ്നങ്ങൾ വന്നപ്പോഴും UDF യോഗം ചേർന്ന് തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനപ്രകാരം വ്യാഴാഴ്ച UDF യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ UDF യോഗത്തിൽ നിർണായക കാര്യങ്ങൾ തന്നെയാണ് ചർച്ചയ്ക്കുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനം. സർക്കാർ രൂപീകരണത്തിന് ശേഷമാണ് ഒരു UDF യോഗത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളുടെ വീതം വെപ്പടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ പ്രധാനമായ ചർച്ചാ വിഷയമാകും. അതിൽ തന്നെ സർക്കാർ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് ഇനി അറിയാനുള്ളത്. ആർക്കൊക്കെ ഏതൊക്കെ ബോർഡുകൾ സംബന്ധിച്ചുള്ള വീതം വെപ്പുകളുടെ അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥാനങ്ങൾ ആർക്കൊക്കെ നൽകും എന്നത് സംബന്ധിച്ചൊരു പ്രധാന കാര്യമുണ്ട്. കാരണം കോൺഗ്രസ് മുൻ 10 വർഷത്തിന് ശേഷം ഒരു വലിയ വിജയം നേടിയിരിക്കുകയും കൂടുതൽ സീറ്റ് സ്വന്തമാക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്കൊക്കെ തന്നെ കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആർക്കൊക്കെ ഏതൊക്കെ തരത്തിൽ സ്ഥാനങ്ങൾ ലഭിക്കും എന്നതാണ് ഇനി കണ്ടറിയാനുള്ളത്. അതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം UDF യോഗം ചർച്ച ചെയ്യാനുള്ളത് തന്നെ വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി UDF യോഗത്തിൽ തീരുമാനമെടുക്കും. UDF ചേർന്ന് തീരുമാനമെടുക്കും എന്നാണ് കഴിഞ്ഞ ദിവസം തന്നെ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് അടുത്ത ദിവസം ചേരുന്ന UDF യോഗത്തിൽ ഇതൊരു നിർണായക വിഷയമാണ്. ഇത് സംബന്ധിച്ച് എന്ത് തീരുമാനത്തിലേക്കായിരിക്കും പോവുക എന്നതും ആളുകൾ നോക്കി ഇരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഇക്കാര്യത്തിൽ എന്താണ് മന്ത്രിമാരുടെ അഭിപ്രായമടക്കം ഇക്കാര്യത്തിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ആരൊക്കെ ഈ വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിനൊപ്പം നിൽക്കും എന്നതാണ് ഇനി കാണാനുള്ളത്. എന്നാൽ സർക്കാരിന് തന്നെ ഏറെ ഗുണം ചെയ്യുന്ന ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ UDFൽ അംഗീകാരം ലഭിക്കുമോ എന്ന കാര്യം കൂടി നോക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർക്കാരിൻ്റെ തീരുമാനവും നേരത്തെ തന്നെ മുൻ സർക്കാരിനെ പഴിച്ചുകൊണ്ട് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നാണ് സർക്കാർ തന്നെ പലപ്പോഴായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ UDF യോഗം എന്ത് തീരുമാനത്തിലേക്ക് പോകും എന്ന കാര്യം കൂടി പ്രധാനപ്പെട്ടതാണ്. കാരണം പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് UDF ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് പോരുന്നത് നടപ്പാക്കാൻ പാടില്ല എന്ന തീരുമാനമായിരുന്നു. എന്നാൽ അധികാരത്തിലേക്ക് എത്തിയ സമയത്ത് വീണ്ടും ഇത് പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം വിശദമാക്കുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിൽ UDF എന്താണ് തീരുമാനമെടുക്കുക എന്നതും ഏറെ വീക്ഷിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് വരാൻ പോകുന്ന UDF യോഗത്തിൽ ചർച്ചയാകുന്നതും. വളരെ വേഗത്തിൽ തന്നെ സർക്കാർ പല സന്ദർഭങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായ സമയത്ത് UDF യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകണം, UDFൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം UDF നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. അത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വളരെ വേഗത്തിൽ തന്നെ UDF യോഗം ചേരണമെന്ന ആവശ്യം കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ വ്യാഴാഴ്ച ക്ലിഫ് ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ കൂടി അധ്യക്ഷതയിൽ മുഖ്യമന്ത്രിയുടെ കൂടി നേതൃത്വത്തിൽ UDF യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു.